നമസ്കാരം സുഹൃത്തുക്കളെ, DBMS മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് MySQLിനകത്തുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്? അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MySQL ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതായത് നമുക്ക് ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് നടത്താനായിട്ട്, ഉദാഹരണത്തിന് ഫീൽഡിൻ്റെ കൗണ്ട് എടുക്കണം നമുക്ക്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കണം. ഇത്തരത്തിലുള്ള ചില കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സെലക്ട് ക്വറിയുടെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ടീച്ചേഴ്സ് ടേബിളിൽ എത്ര റെക്കോർഡുണ്ട് എന്നറിയണം എന്ന് കരുതുക. ടീച്ചേഴ്സ് ടേബിളിൽ റെക്കോർഡിൻ്റെ കൗണ്ട് എടുക്കണം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ്, അതായത് ടീച്ചേഴ്സിന് മുഴുവനും എടുത്തിട്ട് ആ റെക്കോർഡിനെ കൗണ്ട് ചെയ്താൽ മതി. പക്ഷേ കറക്റ്റായുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് കൗണ്ട് എന്ന് പറയുന്നൊരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കൗണ്ട് എന്നുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ കൗണ്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും റിസൾട്ടിൻ്റെ കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, സെലക്ട് കൗണ്ട് ഓഫ് ഏതെങ്കിലും ഒരു ഫീൽഡ് പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ റിസൾട്ടിൽ ID ഉണ്ട്, ടീച്ചർ നെയിം ഉണ്ട്, ഫോണുണ്ട്, കൺട്രി ID ഉണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ട് എടുക്കുമ്പം എത്ര IDs ഉണ്ടെന്ന് എടുത്താലും, എത്ര ടീച്ചർ നെയിം ഉണ്ടെന്ന് എടുത്താലും, എത്ര ഫോണെന്ന് എടുത്താലും നമുക്ക് ഒരേ വാല്യൂ കിട്ടും എന്നുള്ളത് കൊണ്ട് സെലക്ട് കൗണ്ട് ഓഫ് ID. നോർമലി നമുക്ക് ID എന്ന് എടുത്താൽ മതി. സെലക്ട് കൗണ്ട് ഓഫ് ID ഫ്രം ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സ് ടേബിളിൽ എത്ര റെക്കോർഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് കിട്ടുന്നത് 12 എന്നുള്ള റിസൾട്ടാണ്. 12 അതിൻ്റെ അർത്ഥം നമുക്ക് ആക്ച്വലി 12 റെക്കോർഡ് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഫുൾ ടീച്ചേഴ്സിൻ്റെ കൗണ്ടാണ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ലത എന്നുള്ള പേര് ഉള്ള ടീച്ചേഴ്സിൻ്റെ കൗണ്ട് എടുക്കണം എന്ന് കരുതുക. നമ്മൾ പറയുകയാണ് സെലക്ട് കൗണ്ട് ഓഫ് ID ഫ്രം ടീച്ചേഴ്സ് വെയർ ടീച്ചർ നെയിം ഈക്വൽസ് ലത. അപ്പോൾ ലത എന്നുള്ള പേരുള്ള എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ 2 ടീച്ചേഴ്സിനാണ് ആക്ച്വലി ലത എന്നുള്ള പേരുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ടീച്ചേഴ്സിനാണ് ലത എന്നുള്ള പേരുള്ളത്. സോ നമ്മൾ ആ കണ്ടീഷനുള്ള റെക്കോർഡിൻ്റെ കൗണ്ട് മാത്രം എടുത്തു. അപ്പോൾ ഇതാണ് കൗണ്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് മാക്സിമം വാല്യൂ എടുക്കണം എന്ന് കരുതുക. ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ID മാക്സിമം ആയിട്ടുള്ള, ഇവിടെ ആക്ച്വലി മാക്സിമം എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ എനിക്ക് അത് കണ്ടുപിടിക്കണം എന്ന് കരുതുക. റിയലി മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കുകൾ കൊടുത്തേക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സ് എന്നുള്ള ഇത് ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുകയാണ് സെലക്ട് മാക്സ് ഓഫ് ID. ഏറ്റവും വലിയ ID എത്രയാണ്? അപ്പം മാക്സ് ഓഫ് ID ഫ്രം ടീച്ചേഴ്സ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ കിട്ടുന്ന റിസൾട്ട് 12 ആണ്. ഇതിൽ ഏറ്റവും മാക്സിമം ID എന്താണ്? 12 എന്നുള്ള ID ആണ് ഏറ്റവും വലിയ ID. ഓക്കെ, ഇനി ഈ മാക്സ് മാറ്റി നമുക്ക് മിൻ എന്ന് കൊടുത്താൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ID കിട്ടും. അപ്പം മിൻ ഓഫ് ID കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ചെറിയ ID എന്താണ് എന്ന് കിട്ടും. ഏറ്റവും ചെറിയ ID 1 ആണ്. അതാണ് മിൻ ഓഫ് ID. ഓക്കെ, നമുക്ക് സ്റ്റുഡൻസിൻ്റെ മാർക്ക് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ടേബിളിൽ ഒരു ഫീൽഡോടെ ഇടുകയാണ് മാർക്ക് എന്നുള്ള. ആക്ച്വലി മാർക്ക് ഇങ്ങനെ ഈ ടേബിളിലല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്, ബട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം മാർക്ക് എന്നുള്ളൊരു ഫീൽഡ് ഇതിലിടുകയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണ്. ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 50 ആണ്. ഇനി സ്റ്റുഡൻറ്റിനെ കോപ്പി എടുക്കാം, വേറൊരു പേര് കൊടുക്കാം, സുനിലിൻ്റെ മാർക്ക് 40. വീണ്ടും നമ്മൾ കോപ്പി ചെയ്യുന്നു, പറയുകയാണ് ജെയിംസ് മാർക്ക് നമ്മൾ പറയുന്നത് 45. അപ്പോൾ നമ്മൾ 3 സ്റ്റുഡൻസിൻ്റെ റെക്കോർഡുണ്ട്, 3 പേരുടെ മാർക്കുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എത്രയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി സെലക്ട് മാക്സ് ഓഫ് മാർക്ക്. മാക്സിമം മാർക്ക് എത്രയാണ്, മാക്സിമം കിട്ടിയേക്കുന്ന മാർക്ക് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ സെലക്ട് മാക്സ് ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് എത്രയാണെന്ന് നോക്കിയാൽ 50 മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് 50 ആണ്. അതെ, ഇനി ഏറ്റവും കുറവ് മാർക്ക് എത്രയാണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ആർക്കാണെന്നുള്ളതല്ല, എത്രയാണ്. ഓക്കെ, സോ സെലക്ട് മിൻ ഓഫ് മാർക്ക്. അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക്, അപ്പോൾ ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് മാർക്കുള്ള റെക്കോർഡ് 40 ആണ്. നോക്കിയാൽ ഇതിനാണ് ഏറ്റവും കുറവ് മാർക്ക്. ഇനി നമുക്ക് സം കാണാം, അതായത് ടോട്ടൽ മൊത്തം 3 പേർക്കൂടെ കിട്ടിയ ടോട്ടൽ മാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സം എന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും റെക്കോർഡുകളുടെ ഏതെങ്കിലും വാല്യൂവിൻ്റെ സം കാണണമെങ്കിൽ അപ്പോൾ നമ്മൾ പറയുകയാണ് സെലക്ട് സം ഓഫ് മാർക്ക്. ഓക്കെ,
ഓക്കെ, സെലക്ട് സം ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിലെ മാർക്കിൻ്റെ സം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മാർക്കിൻ്റെ സമ്മാണ് നമുക്ക് കിട്ടുക. ആക്ച്വലി 135 ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം നമുക്ക് കിട്ടിയിരിക്കുന്ന 50 + 40 + 45 ആണ് 135 എന്നുള്ള റിസൾട്ട്. ഇതിന് 3 മാർക്കിൻ്റെ സമ്മാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സം കാണാം. ഇനി ഇത് ആവറേജ് കാണാം. ആവറേജ് മാർക്ക് എത്രയാണ്, അതായത് സ്റ്റുഡൻസിൻ്റെ മൊത്തം മാർക്കിൻ്റെ ആവറേജ് എത്രയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ AVG എന്നുള്ള ഫംഗ്ഷൻ, AVG ഓഫ് മാർക്ക്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയാൽ മതി, സെലക്ട് AVG ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ ആവറേജ് മാർക്ക്, സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് എത്രയാണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അത് കൊടുത്ത് നമ്മൾ വീണ്ടും കുറേ എക്സിക്യൂട്ട് ചെയ്താൽ 45 മാർക്കാണ് ആവറേജ്. അതായത് ഈ 50 + 40 + 45 അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആവറേജ് 45 മാർക്കാണ് ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് സഹായിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴത്ത് കമൻ്റായിട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.